Hi everyone. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫീൽഡ് ഇഫക്റ്റ് ട്രാൻസിസ്റ്റർ ആണ് തുടങ്ങിയത്. അപ്പോൾ ഫീൽഡ് ഇഫക്റ്റ് ട്രാൻസിസ്റ്റർ ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു there are two types of field effect transistors. One is junction field effect transistor and the second category is metal oxide semiconductor field effect transistor or MOSFET. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോസ്ഫെറ്റിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ആദ്യം മോസ്ഫെറ്റ് എന്ന് പറഞ്ഞാൽ മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ഫീൽഡ് ഇഫക്റ്റ് ട്രാൻസിസ്റ്റർ ആണ്. അതാണ് അതിൻ്റെ എക്സ്പാൻഷൻ. ഈ മോസ്ഫെറ്റ് എന്ന് പറയുന്നത് ഒരു ഫീൽഡ് ഇഫക്റ്റ് ട്രാൻസിസ്റ്റർ ആണ്. അപ്പോൾ ഇത് ജെഫെറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള ഒരു മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇത് ഇൻസുലേറ്റഡ് ഗേറ്റ് ഫീൽഡ് ഇഫക്റ്റ് ട്രാൻസിസ്റ്ററിന്റെ ഒരു ടൈപ്പാണ്. അതായത് gate material, gate is isolated from the channel using an insulating layer. അപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷൻ പറയുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആവും. ഇപ്പോൾ IGFET അല്ലെങ്കിൽ ഇൻസുലേറ്റഡ് ഗേറ്റ് ഫീൽഡ് ഇഫക്റ്റ് ട്രാൻസിസ്റ്ററിന്റെ ഒരു ടൈപ്പാണ് മോസ്ഫെറ്റ്. അപ്പോൾ മോസ്ഫെറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മോസ്ഫെറ്റും FETയെ പോലെ തന്നെ ഒരു 3 ടെർമിനൽ ഡിവൈസ് ആണ്. അതിന്റെ ടെർമിനൽസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഗേറ്റ്, ഡ്രെയിൻ ആൻഡ് സോഴ്സ്. സിമിലർ ടു ജെഫെറ്റ് നമുക്ക് രണ്ട് ടൈപ്പ് ഉണ്ടായിരുന്നു, എൻ ചാനൽ ആൻഡ് പി ചാനൽ. സെയിം വേ ഇവിടെ മോസ്ഫെറ്റും നമുക്ക് ബോത്ത് പി ചാനൽ, അതിനെ പി മോസ് എന്ന് വിളിക്കും, എൻ ചാനൽ എൻ മോസ്, രണ്ട് ടൈപ്പ് മോസ്ഫെറ്റ്സ് അവൈലബിൾ ആണ്. ഇനി മോസ്ഫെറ്റില് ഡിപ്പെൻഡിങ് ഓൺ ദി മോഡ് ഓഫ് ഓപ്പറേഷൻ, ആ മോസ്ഫെറ്റ് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്ത് we can classify MOSFET into two different types. One is depletion type and the other one is enhancement type. Okay. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. മോസ്ഫെറ്റില് രണ്ട് കാറ്റഗറി ഉണ്ടെന്ന് പറഞ്ഞു. അതിന്റെ മോഡ് ഓഫ് ഓപ്പറേഷൻ എൻഹാൻസ്മെന്റ് ആൻഡ് ഡിപ്ലീഷൻ മോഡ്. ഈ ഓരോ ടൈപ്പിലും എൻഹാൻസ്മെന്റ് മോഡിൽ തന്നെ പി ചാനലും എൻ ചാനലും നമുക്ക് അവൈലബിൾ ആണ്. ഡിപ്ലീഷൻ മോഡിലും പി ചാനലും എൻ ചാനലും അവൈലബിൾ ആണ്. ഇനി ഈ സിമ്പല് ഇത് നമുക്ക് ലാസ്റ്റ് കൺസ്ട്രക്ഷനും വർക്കിംഗ് ഒക്കെ പറഞ്ഞതിന് ശേഷം ഈ സ്ലൈഡിലോട്ട് വരുന്നതായിരിക്കും ബെറ്റർ. അപ്പൊ നമുക്ക് സിമ്പല് കുറച്ച് കഴിഞ്ഞ് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ആദ്യം നമുക്ക് ഈ എൻഹാൻസ്മെന്റും ഡിപ്ലീഷൻ ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. എന്താണ് ഈ എൻഹാൻസ്മെന്റും ഡിപ്ലീഷൻ ടൈപ്പ്? ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത്. Depletion type MOSFET ആണെങ്കിൽ the transistor requires gate to source voltage VGS to switch the device off. അതായത് ഡിപ്ലീഷൻ ടൈപ്പ് MOSFET ആണെങ്കിൽ അത് നോർമലി ഓൺ ആയിരിക്കും. അതായത് ഒരു ക്ലോസ്ഡ് സ്വിച്ചിന് ഐഡന്റിക്കൽ ആണ്. നോർമലി അത് ഓൺ ആയിരിക്കും. അപ്പൊ നമ്മൾ കൺട്രോൾ വോൾട്ടേജ് അപ്ലൈ ചെയ്ത്, കൺട്രോൾ വോൾട്ടേജ് എന്താണ്? VGS. ഈ ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജ് അപ്ലൈ ചെയ്ത് ആ ഡിവൈസിനെ നമുക്ക് ഓഫ് ചെയ്യാനാണ് പറ്റുന്നത്. ഇനി എൻഹാൻസ്മെന്റ് ടൈപ്പ് ആണെങ്കിലോ ആ ഡിവൈസ് നോർമലി ഓഫ് ആയിരിക്കും, നമ്മൾ കൺട്രോൾ വോൾട്ടേജ് കൊടുത്ത് ആ ഡിവൈസ് ഓൺ ആക്കുന്നു. അപ്പൊ ഇതിന്റെ കൺസ്ട്രക്ഷൻ പഠിക്കുമ്പോൾ നമുക്കിത് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പം നമുക്ക് ഇത്ര മാത്രം അറിഞ്ഞിരുന്നാൽ മതി. മോസ്ഫെറ്റ് എന്ന് പറഞ്ഞാൽ മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ഫീൽഡ് ഇഫക്റ്റ് ട്രാൻസിസ്റ്റർ ആണ്. അതിന്റെ ഓപ്പറേഷനെ ഡിപ്പെൻഡ് ചെയ്ത് യു ക്യാൻ ക്ലാസിഫൈ ഇറ്റ് ഇൻ ടു ടു ഡിഫറെന്റ് ടൈപ്സ്, ഡിപ്ലീഷൻ ടൈപ്പ് ആൻഡ് എൻഹാൻസ്മെന്റ് ടൈപ്പ്. ആൻഡ് ഫോർ ഈച്ച് ഓഫ് ദീസ് ടൈപ്സ് യു ഹാവ് എൻ ചാനൽ ആൻഡ് പി ചാനൽ മോസ്ഫെറ്റ്. അപ്പൊ അതിന് നമ്മൾ ഷോർട്ടിൽ പി മോസ് അല്ലെങ്കിൽ എൻ മോസ് എന്ന് വിളിക്കുന്നു. ഇനി ഈ മോസ്ഫെറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്ഫെറ്റ് പവർ കൺസംഷൻ വളരെ കുറവാണ് BJT വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പൊ അതുകൊണ്ട് തന്നെ മോസ്ഫെറ്റ് നമ്മൾ VLSI ടെക്നോളജിയിലൊക്കെ ഫാബ്രിക്കേറ്റ് ചെയ്യാനായിട്ട് മോസ്ഫെറ്റ്, അതായത് മോസ് ട്രാൻസിസ്റ്റേഴ്സ് ആണ് കൂടുതലും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ കൺസ്ട്രക്ഷൻ നമ്മൾ ആദ്യം എൻഹാൻസ്മെന്റ് മോസ്ഫെറ്റ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതാണ് ഒരു എൻ ചാനൽ എൻഹാൻസ്മെന്റ് മോസ്ഫെറ്റ്. ഓക്കെ, സ്ട്രക്ചർ ഇതാണ്. അപ്പോൾ എൻ ചാനൽ ആണ്. അപ്പൊ എൻ ചാനൽ എന്ന് പറയുമ്പം ചാനൽ ഷുഡ് ബി ഓഫ് എൻ അല്ലെങ്കിൽ ഇലക്ട്രോൺസ് ആയിരിക്കണം ചാനല്. അപ്പോൾ നമ്മൾ എടുക്കുന്ന സബ്സ്ട്രേറ്റ്, അതായത് ഒരു പി ടൈപ്പ് സബ്സ്ട്രേറ്റ് എടുത്തു,
അതിനകത്ത് 2 N+ റീജിയൻസ് ഡിഫ്യൂസ് ചെയ്തിട്ടുണ്ട്. ഈ 2 റീജിയൻസിൽ നിന്നുമാണ് നമ്മൾ മെറ്റൽ കോണ്ടാക്ട്സ് എടുക്കുന്നു. ഇതാണ് ഡ്രെയിനും സോഴ്സും. നമ്മൾ FET മുമ്പ് ഡിസ്കസ് ചെയ്തപ്പം നോക്കിയതുപോലെ തന്നെ കൺസ്ട്രക്ഷനിൽ ഒരു P ടൈപ്പ് സബ്സ്ട്രേറ്റ് എടുത്തു. ഓക്കെ, ഈ P ടൈപ്പ് സബ്സ്ട്രേറ്റിൽ 2 N+ റീജിയൻസ് ഡിഫ്യൂസ് ചെയ്യുന്നു. ഈ ഓരോ റീജിയനിൽ നിന്നും മെറ്റൽ കോണ്ടാക്ട്സ് എടുക്കുന്നു. ഇതാണ് ഡ്രെയിനും സോഴ്സും. ഇനി ഇവിടെ ഉള്ള FET വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള ഒരു മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു SiO2 ലെയർ ഉണ്ട്, ഒരു ഇൻസുലേറ്റിംഗ് ലെയർ. ഓക്കെ, SiO2 ലെയർ ഉണ്ട്. ഈ ഡയലക്ട്രിക് ലെയർ, ദിസ് ലെയർ ഐസൊലേറ്റ്സ് ഗേറ്റ് ഫ്രം ദിസ് ചാനൽ. അതുകൊണ്ടാണ് ഇതിന്റെ പേര് IGFET, ഇൻസുലേറ്റഡ് ഗേറ്റ് ഫീൽഡ് ഇഫക്റ്റ് ട്രാൻസിസ്റ്റർ. Okay, gate is isolated from the body, okay, using a insulating layer. ഒരു insulating layer യൂസ് ചെയ്ത് നമ്മൾ ഇതിനെ isolate ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടെർമിനൽസ് we have 3 terminals, gate, drain and source. So N ചാനലിനകത്ത് P ടൈപ്പ് സബ്സ്ട്രേറ്റ് ഉണ്ട്, 2 N+ regions ഉണ്ട്. ഈ 2 regionsൽ നിന്നുമാണ് നമ്മൾ contacts, metal contacts are taken for drain and source. There is an SiO2 layer over which and there is metal contact taken for gate from this. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഫിഗറിൽ നമ്മൾ ഒരു ചാനലും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നില്ല. ഓക്കെ, എൻഹാൻസ്മെന്റും ഡിപ്ലീഷനും പഠിക്കുമ്പോൾ നമുക്ക് ഈ സ്ട്രക്ചർ കുറച്ചും കൂടെ ക്ലിയർ ആവും. ഇതിന്റെ ഡിഫറൻസ് എന്താണ്, ഇപ്പൊ ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് ആദ്യം നമുക്ക് അതൊന്ന് നോക്കാം. ചാനൽ ഫോർമേഷൻ ഇൻ എൻ ചാനൽ എൻഹാൻസ്മെന്റ് മോസ്ഫെറ്റ്, അതായത് ഇവിടെ എങ്ങനെയാണ് ചാനൽ ഫോം ചെയ്യുന്നത് അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനിഷ്യലി നമ്മൾ ഇപ്പൊ ഞാൻ പറഞ്ഞു എൻഹാൻസ്മെന്റ് മോസ്ഫെറ്റ് ആണെങ്കിൽ നമ്മൾ കൺട്രോൾ വോൾട്ടേജ് അപ്ലൈ ചെയ്ത് ഈ ഡിവൈസ് ഓൺ ആക്കുന്നു, എൻഹാൻസ് ചെയ്യുന്നു. അതാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ നമ്മൾ ഇനിഷ്യലി അസ്യൂം ഈ ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജ് 0 ആണെന്ന് അസ്യൂം ചെയ്യുക. 0 ആണ് ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജ്. നമ്മൾ ഇവിടെ VDS അപ്ലൈ ചെയ്യുന്നു, ഒരു പോസിറ്റീവ് വോൾട്ടേജ് ഡ്രെയിനിൽ അപ്ലൈ ചെയ്യുന്നു. ഇവിടെ ചാനൽ ഒന്നും ഇനിഷ്യലി ഇല്ല, അതുകൊണ്ട് തന്നെ ഡ്രെയിൻ കറണ്ട്, അതായത് ഇലക്ട്രോൺസിന് ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് സോഴ്സിൽ നിന്നും ഡ്രെയിനിലേക്ക് വരാൻ പറ്റത്തില്ല. സോ there is no drain current. ഓക്കെ, നൗ നമ്മൾ ഒരു പോസിറ്റീവ് ഗേറ്റ് വോൾട്ടേജ്, ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജ് പോസിറ്റീവ് ആയിട്ട് ഇവിടെ അപ്ലൈ ചെയ്യുന്നെന്ന് അസ്യൂം ചെയ്യുക. VGS ഒരു +1 വോൾട്ട്, 1 വോൾട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നു എന്ന് അസ്യൂം ചെയ്യുക. ഇവിടെ ഒരു പോസിറ്റീവ് ഗേറ്റ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജ് പോസിറ്റീവ് അപ്ലൈ ചെയ്യുന്നു. ഈ പോസിറ്റീവ് വോൾട്ടേജ് ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ നോക്കുക, ഇത് P ടൈപ്പ് മെറ്റീരിയൽ ആണ്. ഗേറ്റിൽ നമ്മൾ പോസിറ്റീവ് വോൾട്ടേജ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ പോസിറ്റീവ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ഉള്ള P ടൈപ്പ് മെറ്റീരിയലിൽ എന്താണ് നമുക്ക് ചാർജ് കാരിയേഴ്സ് ആയിട്ടുള്ളത്? ഹോൾസ്. ഹോൾസ് പോസിറ്റീവ് ചാർജ് ആണ്. അപ്പോൾ ഈ പോസിറ്റീവ് VGS വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ചാനൽ ഇവിടെ ഹോൾസ് ഈ P സബ്സ്ട്രേറ്റിലോട്ട് റിപ്പല് ചെയ്യുകയും ഇവിടെ ഉള്ള മൈനോറിറ്റി കാരിയർ ആയ ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് അട്രാക്ട് ആവുകയും ചെയ്യും. പോസിറ്റീവ് ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ ഇലക്ട്രോൺസ് ആർ പുൾഡ് ടുവേർഡ്സ് ദ ഗേറ്റ് ആൻഡ് ഹോൾസ് ആർ റിപ്പൽഡ് ടു ദ ഇൻസൈഡ് ഓഫ് ദ P ടൈപ്പ് മെറ്റീരിയൽ. അപ്പൊ ഇലക്ട്രോൺസ് ഇങ്ങോട്ടും വരും, ഈ ഗേറ്റിനടുത്തോട്ടും, ഹോൾസ് താഴോട്ടും റിപ്പൽ ചെയ്യും. അപ്പൊ ഇനിഷ്യലി നമ്മൾ VGS ഒരു ചെറിയ പോസിറ്റീവ് വോൾട്ടേജ് ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഈ ഇലക്ട്രോൺസും ഹോൾസും റീകമ്പൈൻ ചെയ്യും. റീകോമ്പിനേഷൻ ഹാപ്പൻസ് ആൻഡ് ഇലക്ട്രോൺസ് ഈ ഏരിയയിൽ, ഈ ഗേറ്റിന്, അതായത് ഇൻസുലേറ്റിംഗ് ലെയറിന് അവിടെ ആയിട്ടുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണം കുറവായിരിക്കും. ആസ് യു ഇൻക്രീസ് ദ ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജ് മോർ ആൻഡ് മോർ പോസിറ്റീവ്, നമ്മൾ VGS കുറച്ചും കൂടെ ഹയർ ആയിട്ടുള്ള പോസിറ്റീവ് വോൾട്ടേജ് കൊടുക്കുന്നതിനനുസരിച്ച് ദാറ്റ് മീൻസ് ദാറ്റ് ഹയർ പോസിറ്റീവ് വോൾട്ടേജ് ഇസ് അപ്ലൈഡ് ടു ഗേറ്റ്. മോർ ആൻഡ് മോർ ഇലക്ട്രോൺസ് ആർ പുൾഡ് ഫ്രം ദിസ് സബ്സ്ട്രേറ്റ്. ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് പുള്ള് ചെയ്യുന്നു. അങ്ങനെ അപ്പോൾ ഈ ഹോൾസുമായിട്ടുള്ള റീകോമ്പിനേഷൻ കുറയും. അതായത് ആ
റീകോമ്പിനേഷൻ അത് ഓവർകം ചെയ്ത് സിൻസ് ഇവിടെ ഹയർ VGS ആണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്, അങ്ങനെ ഇവിടെ ഒരു ചാനൽ ശരിക്കും ക്രിയേറ്റ് ആവുകയാണ്. ഇനിഷ്യലി there is no channel, but because of application of positive gate to source voltage, there is a channel of electrons formed between the source and the drain. അതിനെയാണ് നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇൻഡ്യൂസ്ഡ് N ചാനൽ. അപ്പൊ N ചാനൽ തന്നെയാണ് നമ്മൾക്ക് ഇവിടെ കിട്ടുന്നത്. N ചാനലില് ചാനൽ N ആയിരിക്കും, സബ്സ്ട്രേറ്റ് P ടൈപ്പും ആയിരിക്കും. അപ്പൊ VGS മോർ ആൻഡ് മോർ കൂട്ടി കൊടുക്കുന്നതിനനുസരിച്ച് ഇലക്ട്രോൺസ് കൂടുന്നു. അപ്പോൾ ഇവിടെ ഒരു ചാനൽ ക്രിയേറ്റ് ആവുന്നു. സോ ഇഫ് യു ഇൻക്രീസ് ദ VDS, ഇവിടെ അപ്ലൈ ചെയ്യുന്ന VDS വോൾട്ടേജ് നമ്മൾ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഡ്രെയിൻ കറന്റ് സ്റ്റാർട്ട്സ് ടു ഫ്ലോ ഫ്രം ഇലക്ട്രോൺസ് ഫ്ലോ ഫ്രം സോഴ്സ് ടു ഡ്രെയിൻ, അതായത് ഡ്രെയിൻ കറന്റ് ID ഫ്ലോസ് ഫ്രം ഡ്രെയിൻ ടു സോഴ്സ്. അപ്പൊ ഇവിടെ നമ്മൾ കൺട്രോൾ വോൾട്ടേജ് VGS അപ്ലൈ ചെയ്ത് we are actually enhancing the drain current. അതുകൊണ്ടാണ് ഇതിനെ എൻഹാൻസ്മെന്റ് ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഒരു ടിപ്പിക്കൽ എൻഹാൻസ്മെന്റ് മോസ്ഫെറ്റിന്റെ N ചാനലിന്റെ കാര ഇവിടെ വരച്ചിട്ടുള്ളത്. അതായത് VDSും ID നമ്മൾ JFETൽ വരച്ചതുപോലെ തന്നെ ഔട്ട്പുട്ട് കാര ID VDSും നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുണ്ട് ഫോർ ഓരോ VGS വാല്യൂസും. അപ്പൊ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇനിഷ്യലി ഒരു +1 വോൾട്ട് കൊടുക്കുമ്പോൾ, അതായത് ഞാൻ പറഞ്ഞു ഇനിഷ്യലി 0 ആണെന്നുണ്ടെങ്കിൽ ഡിവൈസ് ഓഫ് ആയിരിക്കും, നമുക്ക് ചാനൽ ഒന്നുമില്ല. VGS പോസിറ്റീവ് വോൾട്ടേജ് നമ്മൾ ആക്കി കൊടുക്കുകയാണ്. +1 വോൾട്ട് ആയപ്പോൾ നോക്കുക ഒരു ചെറിയ ഡ്രെയിൻ കറണ്ട് ഫ്ലോ ചെയ്തു. ഇനി നമ്മൾ JFETൽ പഠിച്ചതുപോലെ തന്നെ ഇവിടെ PN ജംഗ്ഷൻ റിവേഴ്സ് ബയാസ്ഡ് ആവുന്നുണ്ട്. ഈ രണ്ട് PN ജംഗ്ഷൻസും റിവേഴ്സ് ബയാസ്ഡ് ആണ്. ഇവിടെ N ഉം ഇവിടെ P, ഇവിടെയും N ഇവിടെയും P. റിവേഴ്സ് ബയാസ്ഡ് PN ജംഗ്ഷൻസ് ഇവിടെയാണ് ഈ ഡ്രെയിൻ ടുവേർഡ്സ് ദ ഡ്രെയിൻ ആണ് ഇതിന്റെ റിവേഴ്സ് ബയാസ് കൂടുതലാവുന്നത്. അതുകൊണ്ട് തന്നെ ചാനലിന്റെ ലെങ്ത് ഇവിടെ നാരോ ആയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഒരു പർട്ടിക്കുലർ VDS ലെവൽ എത്തിക്കഴിയുമ്പോഴത്തേക്ക് പിഞ്ച് ഓഫ് സംഭവിക്കും. അപ്പൊ ഡ്രെയിൻ കറണ്ട് സാച്ചുറേറ്റഡ് ആവും. അതൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളത് പോലെ തന്നെ. അപ്പോൾ ഇവിടെ ഈ കാരയിൽ നോക്കിയാൽ VGS +1 ആയപ്പോൾ ഡ്രെയിൻ കറണ്ട് കൂടി സാച്ചുറേറ്റഡ് ആയിട്ട് റിമെയിൻ ചെയ്യുന്നു. വീണ്ടും നമ്മൾ VGSന്റെ വാല്യൂ സ്റ്റിൽ മോർ പോസിറ്റീവ് വോൾട്ടേജ് അപ്ലൈ ചെയ്തു. അപ്പൊ എന്താണ്, ചാനലിൽ കൂടുതൽ ഇലക്ട്രോൺസ് വന്നു, അപ്പോൾ കറണ്ട് കൂടുതലായി. ഇങ്ങനെ പോസിറ്റീവ് വോൾട്ട് നമ്മൾ കൂട്ടി കൊടുക്കുന്നതിനനുസരിച്ച് ഈ കാര മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതായത് നമുക്ക് കിട്ടുന്ന ഡ്രെയിൻ കറണ്ട് കൂടുന്നു. ബിക്കോസ് ചാനൽ ഇസ് മോർ ആൻഡ് ചാനലിന്റെ വിഡ്ത്ത് കൂടുന്നു. അതുകൊണ്ട് നമുക്ക് ബെറ്റർ കറണ്ട് ഫ്ലോ ഉണ്ടാവുന്നു. ഇതാണ് N ചാനൽ മോസ്ഫെറ്റിന്റെ ഓപ്പറേഷൻ. അതായത് എന്താണ് N ചാനൽ എൻഹാൻസ്മെന്റ് മോസ്ഫെറ്റില് ഇനിഷ്യലി നമുക്ക് ചാനൽ ഒന്നുമില്ല. ഇതാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ. ഒരു P ടൈപ്പ് സബ്സ്ട്രേറ്റ് എടുത്തു, അതിനകത്ത് 2 N റീജിയൻസ് ഡിഫ്യൂസ് ചെയ്തിട്ടുണ്ട് ഫോർ സോഴ്സ് ആൻഡ് ഡ്രെയിൻ കോണ്ടാക്ട്സ് എടുത്തു. അതിനുശേഷം ഒരു SiO2 ലെയർ ഉണ്ട്, ഇൻസുലേറ്റിംഗ് ലെയർ. ഇൻസുലേറ്റിംഗ് ലെയറിന് നിന്നും നമ്മൾ ഗേറ്റ് ടെർമിനൽ കോണ്ടാക്ട് എടുത്തു. ഇവിടെ ഇനിഷ്യലി ചാനൽ ഒന്നുമില്ല. നമ്മൾ ആദ്യം തന്നെ ഈ സ്ലൈഡിന്റെ ആദ്യം തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു, എൻഹാൻസ്മെന്റ് മോസ്ഫെറ്റ് ആണെങ്കിൽ ആ ഡിവൈസ് നോർമലി ഓഫ് ആയിരിക്കും. കൺട്രോൾ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമേ അത് ഓൺ ആവുകയുള്ളൂ. അപ്പൊ നമ്മൾ ഇവിടെ VGS എന്ന് പറയുന്നതാണ് നമ്മുടെ കൺട്രോൾ വോൾട്ടേജ്. ആ കൺട്രോൾ വോൾട്ടേജ് പോസിറ്റീവ് ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ വൈ ബിക്കോസ് ദിസ് ഇസ് N ചാനൽ മോസ്ഫെറ്റ്. അപ്പൊ പോസിറ്റീവ് VGS അപ്ലൈ ചെയ്യുമ്പോൾ ചാനൽ ഇൻഡ്യൂസ് ആവുന്നു, ചാനൽ ഇസ് ക്രിയേറ്റഡ് ആൻഡ് മോർ കറണ്ട് സ്റ്റാർട്ട്സ് ഫ്ലോയിങ്. അപ്പോൾ ഇത് നോർമലി ഓഫ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ്. കൺട്രോൾ വോൾട്ടേജ് VGS പോസിറ്റീവ് ആക്കി കൊടുത്ത് നമ്മൾ ഡ്രെയിൻ കറണ്ട് എൻഹാൻസ് ചെയ്യുന്നു. ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് കോൾഡ് എൻഹാൻസ്മെന്റ് മോസ്ഫെറ്റ്. അപ്പോൾ ദിസ് ടിപ്പിക്കൽ N ചാനൽ എൻഹാൻസ്മെന്റ് മോസ്ഫെറ്റ് ആണ്. സിമിലർലി നമുക്ക് P ചാനൽ എൻഹാൻസ്മെന്റ് മോസ്ഫെറ്റും കൺസ്ട്രക്ട് ചെയ്യാം. P ചാനൽ ആണെങ്കിൽ എന്തായിരിക്കും, ചാനൽ P ആയിരിക്കണം. ഇവിടെ നമുക്ക് ഇനിഷ്യലി ചാനൽ ഇല്ല. അപ്പോൾ N ടൈപ്പ് സബ്സ്ട്രേറ്റിനകത്ത് 2 P റീജിയൻസ് ഡിഫ്യൂസ് ചെയ്തു, ഡ്രെയിനും സോഴ്സിനും വേണ്ടി. ഇൻസുലേറ്റിംഗ് ലെയർ ഉണ്ട്, അത് കഴിഞ്ഞ് ഗേറ്റ് കോണ്ടാക്ട് എടുത്തു. ഇനീഷ്യലി ഇവിടെ ചാനൽ ഒന്നുമില്ല. അപ്പൊ നമ്മൾ മുമ്പ് പഠിച്ചതുപോലെ തന്നെ N ചാനലിലാണെങ്കിൽ എന്താണോ വോൾട്ടേജസ് അതിന്റെ നേരെ ഓപ്പോസിറ്റ് പൊളാരിറ്റി ആയിരിക്കും P ചാനലിൽ. അപ്പൊ നമ്മൾ ഇവിടെ ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജ് ഇനിഷ്യലി VGS 0 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ VDS നെഗറ്റീവ് വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ VDS നെഗറ്റീവ് ആയിരിക്കും. VDS അത് അപ്ലൈ ചെയ്യുമ്പോൾ നോർമലി നെഗറ്റീവ് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടുത്തെ പൊളാരിറ്റി മൈനസ് ആണ്,
ചാർജ് കാരിയേഴ്സ് ഹോൾസ് ആണ്, പോസിറ്റീവ് ചാർജ് ആണ്. അപ്പം നോർമലി അത് സോഴ്സിൽ നിന്നും ഡ്രെയിനിലേക്ക് വരേണ്ടതാണ്. സിൻസ് ദർ ഇസ് നോ ചാനൽ, ബിക്കോസ് ഓഫ് ദി ആബ്സെൻസ് ഓഫ് ദി ചാനൽ, നോ ഡ്രെയിൻ കറന്റ് ഫ്ലോസ് ഇനിഷ്യലി. ഇപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യുന്നു, VGS മോർ ആൻഡ് മോർ നെഗറ്റീവ് ആക്കുകയാണ്. നേരത്തെ പോസിറ്റീവ് ആയിരുന്നു എൻ ചാനലിൽ, ഇവിടെ നമ്മൾ മോർ ആൻഡ് മോർ നെഗറ്റീവ് ആക്കുമ്പോൾ എന്ത് സംഭവിക്കും, ഇവിടെ നിന്നും നെഗറ്റീവ് ആക്കുമ്പോൾ എൻ ടൈപ്പ് സബ്സ്ട്രേറ്റിലെ ഇലക്ട്രോൺസ് താഴേക്ക് റിപ്പെല് ചെയ്യും, ഹോൾസ് ആർ അട്രാക്റ്റഡ് ടുവേർഡ്സ് ദിസ് ലെയർ. ഇനി ഈ ഹോൾസ് ഇനിഷ്യലി ഒരു റീകോമ്പിനേഷൻ ഉണ്ടാവും. ഇഫ് യു ഇൻക്രീസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് നെഗറ്റീവ് VGS, മോർ ആൻഡ് മോർ ഹോൾസ് ആർ ക്രിയേറ്റഡ് ടുവേർഡ്സ് ദിസ്, ഈ ഒരു റീജിയനിൽ ഫോം ചെയ്യുന്നു. അങ്ങനെ നമുക്കൊരു P ചാനൽ ഫോം ആവുന്നു. ദെൻ ഇഫ് യു ഇൻക്രീസ് ദ VDS, നമുക്ക് ഡ്രെയിൻ കറണ്ട് ഫ്ലോ ചെയ്യുന്നു. ഇവിടെ ഹോൾസ് മൂവ് ഫ്രം സോഴ്സ് ടു ഡ്രെയിൻ, സെയിം തന്നെ ആയിരിക്കും കറണ്ട് ഫ്ലോയും. സോഴ്സ് ടു ഡ്രെയിൻ ആയിരിക്കും ID ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് സിമിലർ ആയിട്ടുള്ള ഒരു കർവ് ആണ് നമുക്ക് ഇവിടെ ക്യാരക്ടറിസ്റ്റിക്സിൽ കിട്ടുന്നത്. നോക്കുക, ഡ്രെയിൻ കറണ്ടും VDS ആണ് നമ്മളിവിടെ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഒരു ത്രെഷോൾഡ് വോൾട്ടേജ് ഉണ്ട്. അതായത് ഇനിഷ്യലി നമുക്ക് ചാനൽ ഒന്നും ഇല്ല, ഏത് പർട്ടിക്കുലർ VGS വോൾട്ടിലാണോ ഇവിടെ ചാനൽ ഇനിഷ്യലി ഫോം ആവുന്നത് അതിനെ നമ്മൾ ത്രെഷോൾഡ് വോൾട്ടേജ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ കർവിൽ അതാണ് കാണിച്ചിരിക്കുന്നത്. VGS = VT = -2 വോൾട്ട്. അതായത് നമ്മളിവിടെ നെഗറ്റീവ് സൈഡിൽ വോൾട്ടേജ് VGS കൂട്ടി കൊടുത്തോണ്ടേ ഇരിക്കുമ്പോൾ -2 വോൾട്ടിൽ എത്തിയപ്പോഴാണ് ഇനീഷ്യലി ഇവിടെ കറണ്ട് ഫ്ലോ ചെയ്തു തുടങ്ങുന്നത്. അത് കഴിയുമ്പോൾ വീണ്ടും VGS -3 ആക്കിയപ്പോൾ കുറച്ചും കൂടെ കറണ്ട് കൂടി, വീണ്ടും VGS -4 ആയപ്പോൾ ഈ കർവ് കുറച്ചും കൂടെ മുകളിലോട്ട് വന്നു. 5 ആയപ്പം ഫർദർ ഇൻക്രീസിങ് ആൻഡ് -6 ഇറ്റ് ഇസ് ഫർദർ ഇൻക്രീസിങ്. അപ്പൊ നമ്മൾ VGS ഗേറ്റ് ടു സോഴ്സ് കൺട്രോൾ വോൾട്ടേജ് കൂട്ടുന്നതിനനുസരിച്ച് ചാനല് മോർ ആൻഡ് മോർ വൈഡർ ആവുന്നു, നമുക്ക് മോർ കറണ്ട് ഫ്ലോ ഉണ്ടാവുന്നു. ഇനി ഈ കർവില് നമുക്ക് 3 റീജിയൻസ് നമുക്ക് മാർക്ക് ചെയ്യാം. ആക്ച്വലി ഈ ഒരു ഡ്രെയിൻ കറണ്ട് സാച്ചുറേറ്റഡ് ആവുന്ന, മുമ്പ് നമ്മൾ FET പഠിച്ചതുപോലെ തന്നെ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു റൈറ്റ് സൈഡ്, ഈ പോർഷൻ, ഈ ഒരു റീജിയനെ നമ്മൾ സാച്ചുറേഷൻ റീജിയൻ എന്നാണ് വിളിക്കുന്നത്. ഇവിടെ നമുക്ക് ഒമിക് റീജിയൻ എന്നാണ് പറയുന്നത്. അത് ലീനിയർലി വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് കറണ്ടും കൂടുന്നു. ഇതൊരു ലീനിയർ റീജിയൻ അല്ലെങ്കിൽ ഒമിക് റീജിയൻ എന്നാണ് ഈ സാച്ചുറേഷൻ എത്തുന്ന പോയിന്റിനെ നമ്മൾ വിളിക്കുന്നത്. ഇനി ഈ VGS = VT, ഇതിന് താഴെയുള്ള റീജിയൻ കട്ട് ഓഫ് റീജിയൻ എന്നാണ് പറയുന്നത്. ബിക്കോസ് ദ ഡിവൈസ് ഇസ് ഓഫ്, ആ ഒരു റീജിയനിൽ അത് ഓഫ് ആയിട്ടാണുള്ളത്. ഇതാണ് എൻഹാൻസ്മെന്റ് മോസ്ഫെറ്റിന്റെ കൺസ്ട്രക്ഷനും അതിന്റെ വർക്കിങ്ങും. നൗ ഇനി നമുക്ക് നോക്കാനുള്ളത് ഡിപ്ലീഷൻ ടൈപ്പ് മോസ്ഫെറ്റ് ആണ്. ഇപ്പൊ 2 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു, എൻഹാൻസ്മെന്റും ഉണ്ട്, ഡിപ്ലീഷനും ഉണ്ട്. അപ്പൊ എൻഹാൻസ്മെന്റിൽ നമ്മൾ എന്താണ് കണ്ടത്? There is no channel initially for conduction. How this channel is formed? It is formed by applying a suitable control voltage. ആ control voltage ഏതായിരുന്നു? Gate to source voltage. VGS എന്ന് പറയുന്ന വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് you can induce the channel in enhancement. ആ പേര് തന്നെ അതിന് വന്നിരിക്കുന്നതിന്റെ റീസൺ എന്താണ്? You can enhance your conduction by applying suitable control voltage VGS. ഇപ്പൊ ഡ്രെയിൻ കറണ്ട് നമുക്ക് കൂട്ടാൻ പറ്റുന്നു, എൻഹാൻസ് ചെയ്യാൻ പറ്റുന്നു. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എൻഹാൻസ്മെന്റ് മോസ്ഫെറ്റ് എന്ന് വിളിച്ചത്. ഇനി രണ്ടാമത്തെ കാറ്റഗറി ഡിപ്ലീഷൻ ടൈപ്പ് ആണ്. ഡിപ്ലീഷൻ ടൈപ്പിനകത്തുള്ള കൺസ്ട്രക്ഷൻ ഇതാണ്. ഡിപ്ലീഷൻ ടൈപ്പിന്റെ സ്ട്രക്ചറിൽ തന്നെ നമുക്ക് കാണാം, യു ഹാവ് എ ചാനൽ അവൈലബിൾ. അവിടെ ഒരു ചാനൽ ഡിഫ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഡിപ്ലീഷൻ ടൈപ്പ് ആണെങ്കിൽ N ചാനൽ ആണ്. സോ P ടൈപ്പ് സബ്സ്ട്രേറ്റ് ഉണ്ട്, 2 N+ റീജിയൻസ് ഉണ്ട്, ഡ്രെയിൻ ആൻഡ് സോഴ്സ്, ആൻഡ് there is a channel, N channel diffused. അപ്പൊ ഇവിടെ ചാനൽ ഓൾറെഡി അവൈലബിൾ ആണ്. സോ ഇവിടെ VGS, അപ്പൊ നമ്മൾ നേരത്തെ ചാനൽ ഇല്ലായിരുന്നു. അപ്പൊ VGS 0 ആവുന്ന കേസിൽ, മുമ്പത്തെ കേസിൽ VGS 0 ആവുമ്പം സിൻസ് there is no channel, there is no current flow. ഈ കേസിൽ എന്താണ്? VGS 0 ആണെങ്കിലും ഇവിടെ ചാനൽ ഉണ്ട്, അവൈലബിൾ ആണ്. സോ ഇഫ് യു അപ്ലൈ എ പോസിറ്റീവ് ഡ്രെയിൻ ടു സോഴ്സ് വോൾട്ടേജ്, പോസിറ്റീവ് വോൾട്ട് അപ്ലൈ ചെയ്താൽ ഡ്രെയിനിൽ പോസിറ്റീവും സോഴ്സിൽ നെഗറ്റീവ് പൊളാരിറ്റിയും ആണെങ്കിൽ ഈ പോസിറ്റീവ് പൊളാരിറ്റി ക്യാൻ അട്രാക്ട് ഇലക്ട്രോൺസ് ടുവേർഡ്സ് ഡ്രെയിൻ. അപ്പൊ ഡ്രെയിൻ കറണ്ട് ഫ്ലോ ചെയ്യുന്നു. അപ്പൊ VGS = 0 നമുക്കിവിടെ
ഡ്രെയിൻ കറണ്ട് ഉണ്ടാവും. അതാണ് ഈ കാര നോക്കിക്കേ, VGS is equal to 0യുടെ കേർവ് ആണ് ഈ വരച്ചിരിക്കുന്നത്. അതിന്റെ മീനിങ് എന്താണ്? VGS is equal to 0യിലും as you increase the VDS you are getting drain current. That means ഈ ഡിവൈസ് VGS is equal to 0യിലും ഇത് ഓൺ ആയിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇനി VGS 0 ആണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ VGS പോസിറ്റീവ് വോൾട്ട് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജ് മോർ ആൻഡ് മോർ പോസിറ്റീവ് ആക്കുകയാണെന്നിരിക്കട്ടെ. നേരത്തെ നമ്മൾ കണ്ടതാണ് എൻഹാൻസ്മെന്റിൽ എന്താണ്, പോസിറ്റീവ് ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പോസിറ്റീവ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നു, മോർ ആൻഡ് മോർ ഇലക്ട്രോൺസ് ആർ പുൾ ടുവേർഡ്സ് ദിസ് ചാനൽ. അപ്പൊ എന്താണ്, ഡ്രെയിൻ കറണ്ട് വീണ്ടും കൂടുന്നു. അപ്പൊ അതാണ് ഈ കർവിലെ ഈ ഗ്രാഫിലെ മുകളിലത്തെ റീജിയൻസ് നോക്കുക. VGS is equal to +1 വോൾട്ട്, VGS is equal to +2 വോൾട്ട്. അതായത് VGS പോസിറ്റീവ് മോർ ആൻഡ് മോർ പോസിറ്റീവ് ആക്കിയാൽ മുമ്പ് കണ്ടതുപോലെ തന്നെ ഡ്രെയിൻ കറണ്ട് നമുക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റും. ഇനി VGS നെഗറ്റീവ് ആക്കുന്നു എന്നിരിക്കട്ടെ. VGS നമ്മൾ നെഗറ്റീവ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? ഇവിടെ നെഗറ്റീവ്, അതായത് ഗേറ്റിൽ നമ്മൾ നെഗറ്റീവ് വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിയുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ഇവിടുത്തെ ചാർജ് കാരിയേഴ്സ് ഏതാണ്? ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസ് ഏതാണ് ചാർജ്? നെഗറ്റീവ്. അപ്പൊ നെഗറ്റീവ് പൊട്ടൻഷ്യൽ വിൽ റിപ്പൽ ദ ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസിനെ താഴേക്ക് പി സബ്സ്ട്രേറ്റിലേക്ക് റിപ്പല് ചെയ്യും. പി സബ്സ്ട്രേറ്റിലുള്ള മെജോറിറ്റി ചാർജ് കാരിയർ എന്താണ്? ഹോൾസ്. ഹോൾസിനെ ഇങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യും. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? ഈ ഒരു ചാനലിന്റെ ഈ ഒരു റീജിയനിൽ ഇലക്ട്രോൺസും ഹോൾസും റീകമ്പൈൻ ചെയ്യുന്നു. അപ്പൊ നമുക്ക് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അവൈലബിൾ ഫോർ കണ്ടക്ഷൻ കുറയുന്നു. ഇനി ഫർദർ VGS കൂട്ടിക്കഴിഞ്ഞാൽ നെഗറ്റീവ് സൈഡിൽ VGS നമ്മൾ കൂട്ടുന്നതിനനുസരിച്ച് ഇലക്ട്രോൺസ് കുറയുന്നു, കണ്ടക്ഷൻ കുറയുന്നു, ഡ്രെയിൻ കറണ്ട് ഡിക്രീസ് ചെയ്യുന്നു. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ കർവ് നോക്കിക്കഴിഞ്ഞാൽ VGS is equal to 0 ആണിത്. മുകളിലോട്ട് പോയാൽ യു ആർ എൻഹാൻസിങ് ദ കറണ്ട്. നെഗറ്റീവ് സൈഡിലോട്ട് VGS -1 വോൾട്ട് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കർവ് താഴോട്ട് ഷിഫ്റ്റ് ആയി. എന്തുകൊണ്ടാണ്? ഡ്രെയിൻ കറണ്ട് കുറയുന്നു. എന്തുകൊണ്ടാണ് ഡ്രെയിൻ കറണ്ട് കുറയുന്നത്? -VGS നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇലക്ട്രോൺസിനെ അത് റിപ്പല് ചെയ്യുന്നു, അതിനോടൊപ്പം തന്നെ ഹോൾസിനെ അട്രാക്ട് ചെയ്യുന്നു. അപ്പൊ അവിടെ റീകോമ്പിനേഷൻ നടക്കുന്നു. നമുക്ക് നെറ്റ് അവൈലബിൾ ഇലക്ട്രോൺസ് ഫോർ കണ്ടക്ഷൻ റെഡ്യൂസസ്. അപ്പൊ ഈ കർവ് വീണ്ടും നോക്കുക. -2 വോൾട്ട് ആണെങ്കിൽ വീണ്ടും താഴ്ന്നു, -3 വോൾട്ട് ആണെങ്കിൽ വീണ്ടും താഴ്ന്നു. അപ്പൊ നമ്മൾ നെഗറ്റീവ് VGS അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി നമുക്ക് ഈ ഡിവൈസിനെ ടേൺ ഓഫ് ചെയ്യാൻ പറ്റുന്നു. അതാണ് ഡിപ്ലീഷൻ മോസ്ഫെറ്റിന്റെ പ്രത്യേകത. ഡിപ്ലീഷൻ ടൈപ്പിന്റെ പ്രത്യേകത എന്താണ്? നമുക്ക് ഇനിഷ്യലി ആ ഡിവൈസ് ഓൺ ആയിരിക്കും. വി ഹാവ് എ ചാനൽ അവൈലബിൾ ഫോർ കണ്ടക്ഷൻ. ബൈ അപ്ലൈയിങ് എ സ്യൂട്ടബിൾ കൺട്രോൾ വോൾട്ടേജ്. ആ കൺട്രോൾ വോൾട്ടേജ് എങ്ങനെ അപ്ലൈ ചെയ്യുമ്പോഴാണ്? നെഗറ്റീവ് ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ദിസ് ചാനൽ ഗെറ്റ്സ് ഡിപ്ലീറ്റഡ് ഓഫ് ചാർജ് കാരിയേഴ്സ്. അങ്ങനെ നമുക്ക് ഈ ഡിവൈസ് ഓഫ് ആക്കാൻ പറ്റുന്നു. ഇതാണ് ഡിപ്ലീഷൻ ടൈപ്പ് എൻ ചാനൽ മോസ്ഫെറ്റ്. ഇനി പി ചാനൽ ആണെങ്കിൽ എന്തായിരിക്കും? ചാനൽ വിൽ ബി ഓഫ് P type. Channel will be of P type and substrate will be of N type. സെയിം ഇവിടെയും ഡിപ്ലീഷൻ ടൈപ്പ് ആണ്. അപ്പൊ ഡിപ്ലീഷൻ ടൈപ്പിന്റെ പ്രത്യേകത എന്താണ്? നമുക്ക് ഇതിനകത്ത് ഇനിഷ്യലി തന്നെ ഒരു P ടൈപ്പ് ചാനൽ ഡിഫ്യൂസ്ഡ് ആയിട്ടുണ്ട്. എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്? ഒരു N ടൈപ്പ് മെറ്റീരിയൽ എടുത്തു, സബ്സ്ട്രേറ്റ് into which 2 P+ regions are diffused for drain and source. Then there is a P channel induced. ഇതിനകത്ത് ചാനലും ഉണ്ട് ഓൾറെഡി. Then there is SiO2 ലെയർ, സിലിക്കൺ ഡയോക്സൈഡ് കോട്ടിംഗ് ഉണ്ട്. അതെന്തിനാണ്? ഗേറ്റിനെ ഈ സബ്സ്ട്രേറ്റിൽ ബോഡിയിൽ നിന്നും ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പൊ നമുക്ക് ഇവിടെ ഗേറ്റിന്റെ കോണ്ടാക്റ്റും ഉണ്ട്, ഇവിടെ ചാനല് P ടൈപ്പ് ആണ്. Why this is depletion type? Because there is already a channel in the depletion type MOSFET. അപ്പൊ ഇതിന്റെ വർക്കിംഗ് എങ്ങനെയായിരിക്കും? നേരത്തെ നമ്മൾ നോക്കിയതിന്റെ നേരെ ഓപ്പോസിറ്റ്, പൊളാരിറ്റീസ് എല്ലാം ഓപ്പോസിറ്റ് ആയി. ഇവിടെ നമ്മൾ VDS നെഗറ്റീവ് ആയിരിക്കും അപ്ലൈ ചെയ്യുന്നത്, ഡ്രെയിൻ ടു സോഴ്സ് വോൾട്ടേജ് നെഗറ്റീവ്. സിൻസ് ദർ VGS 0 ആയിരിക്കുന്ന കണ്ടീഷനിൽ തന്നെ നമ്മൾ VDS നെഗറ്റീവ് അപ്ലൈ ചെയ്താൽ ഇവിടുത്തെ പൊളാരിറ്റി മൈനസ് ആണ്,
ഹോൾസിനെ ഇങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റും. സിൻസ് ദർ ഇസ് ചാനൽ ഡ്രെയിൻ കറന്റ് ഫ്ലോസ്. അപ്പൊ VGS is equal to 0 തന്നെ നമുക്ക് കറന്റ് ഫ്ലോ ഉണ്ട്. ഇനി VGS പോസിറ്റീവ് ആക്കിയാൽ എന്താണ്? VGS പോസിറ്റീവ് ആക്കുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? യു ക്യാൻ ഡിപ്ലീറ്റ് ദ ചാനൽ. നെഗറ്റീവ് ആക്കുകയാണെങ്കിലോ വീണ്ടും ഫർദർ നമുക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് ഈ ഗ്രാഫിൽ ഇവിടെ നെഗറ്റീവ് വാല്യൂസ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. VGS is equal to -20, -16, -12, -8. അതായത് നെഗറ്റീവ് സൈഡിൽ നമ്മൾ മോർ ആൻഡ് മോർ നെഗറ്റീവ് ആക്കുമ്പോൾ ഈ ചാനൽ വീണ്ടും ഒന്നും കൂടെ എൻഹാൻസ് ചെയ്യത്തേ ഉള്ളൂ. VGS is equal to 0യുടെ കേർവ് ഇവിടെ ഉണ്ട്. ഇനി VGS is equal to +1 വോൾട്ട് ആണെങ്കിൽ താഴോട്ട് വരും. +2 വോൾട്ട് ആണെങ്കിൽ വീണ്ടും ഗ്രാഫ് താഴും. +3, +4 ഇങ്ങനെ താഴോട്ട് വരും. എന്തുകൊണ്ടാണ്? പോസിറ്റീവ് വോൾട്ടേജ് നമ്മൾ ഗേറ്റ് ടു സോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ, ഗേറ്റിൽ പോസിറ്റീവ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെയുള്ള ഹോൾസിനെ അത് റിപ്പൽ ചെയ്യും, ഇലക്ട്രോൺസിനെ ഇങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യും. അപ്പൊ ഇവിടെ റീകോമ്പിനേഷൻ നടക്കും. ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ചാർജ് കാരിയേഴ്സ് കുറയും. അപ്പൊ പോസിറ്റീവ് ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജ് വിൽ ഡിപ്ലീറ്റ് ദിസ് ചാനൽ ഓഫ് ചാർജ് കാരിയേഴ്സ്. ഇതാണ് പി ചാനൽ ഡിപ്ലീഷൻ ടൈപ്പ്. ഇനി നമ്മൾ ആദ്യം പറഞ്ഞ ആ ആദ്യത്തെ സ്ലൈഡിലോട്ടൊന്ന് പോകണം. നമ്മൾ സിമ്പിൾ ഇതുവരെ ഡിസ്കസ് ചെയ്തില്ല. ഓക്കെ, അപ്പൊ സിമ്പിൾ എടുക്കുവാണെങ്കിൽ നോക്കുക, ഇത് എൻഹാൻസ്മെന്റ് ടൈപ്പിന്റെ സിമ്പിൾ ആണ്. ഈ എൻഹാൻസ്മെന്റ് ടൈപ്പിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം, ഇവിടെ നമുക്ക് ഡോട്ടഡ് ലൈൻ ആണ് കാണിച്ചിരിക്കുന്നത്. രണ്ടിലും എൻ ചാനലിലും പി ചാനലിലും ഡോട്ടഡ് ലൈൻ ആണ്. വേറെ ഡിപ്ലേഷൻ ടൈപ്പിലാണെങ്കിൽ ഇവിടെ ഒരു സോളിഡ് ലൈൻ ആണ് വരച്ചിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ there is a channel, ഒരു ചാനൽ ഓൾറെഡി ഇൻഡ്യൂസ്ഡ് ആയിട്ടുണ്ട്. ഏതിലാണ്? ഡിപ്ലീഷൻ ടൈപ്പിൽ. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു സോളിഡ് ലൈൻ, അൺബ്രോക്കൺ ആയിട്ടുള്ള ഒരു ലൈൻ നമ്മൾ ഡിപ്ലീഷൻ ടൈപ്പിന്റെ സിമ്പലിൽ വരയ്ക്കുന്നത്. ടെർമിനൽസ് 3 എണ്ണമേ ഉള്ളൂ. ഏതൊക്കെയാണ്? ഗേറ്റ്, ഡ്രെയിൻ ആൻഡ് സോഴ്സ്. അപ്പം ഈ ലൈൻ സോളിഡ് ആയിട്ടുള്ള ലൈൻ ആണെങ്കിൽ അത് ഡിപ്ലീഷൻ ടൈപ്പ് ആണ്. ഇവിടെ ഡോട്ടഡ് ആയിട്ടുള്ള ബ്രോക്കൺ ലൈൻ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ there is no channel initially, you have to induce the channel. How you have to induce the channel? By applying suitable control voltage VGS. അപ്പൊ അതാണ് ഇവിടെ ഈ സിമ്പലിലുള്ള എൻഹാൻസ്മെന്റും ഡിപ്ലീഷൻ ടൈപ്പും തമ്മിലുള്ള ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ്. ഈ ഡോട്ടഡ് ലൈൻ ആണ് എൻഹാൻസ്മെന്റില്. ഇപ്പൊ ഗേറ്റ് ഉണ്ട്, ഡ്രെയിനും സോഴ്സും. ഈ സബ്സ്ട്രേറ്റ് എന്ന് പറഞ്ഞ ബോഡിയുടെ ഇത് നോർമലി ഇന്റേർണലി കണക്റ്റഡ് ആയിരിക്കും. അപ്പൊ നമുക്ക് 3 ടെർമിനൽസേ അവൈലബിൾ ആയിട്ടുള്ളൂ, ഡ്രെയിൻ, സോഴ്സ് ആൻഡ് ഗേറ്റ്. ഇനി എൻ ചാനൽ ആണെങ്കിൽ ഈ ആരോ ഇൻവേർഡ് ആയിട്ടായിരിക്കും, പി ചാനൽ ആണെങ്കിൽ ഈ ആരോ ഔട്ട്വേർഡ് ആയിരിക്കും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ കൺസ്ട്രക്ഷനിൽ നമ്മൾ എടുത്താൽ ഈ പർട്ടിക്കുലർ PN ജംഗ്ഷനിൽ എങ്ങനെയാണോ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്, ഓക്കെ, കറണ്ട് ഫ്ലോ ചെയ്യുന്ന P to N ആയിരിക്കും. ഇത് ഫോർവേഡ് ബയാസ്ഡ് ആവുമ്പം പിയിൽ നിന്ന് എന്നിലേക്കാണ് പോകുന്നത്. അതുകൊണ്ടാണ് എൻ ചാനല് അകത്തോട്ട് ആരോ കാണിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ പി ചാനൽ എടുക്കുവാണെങ്കിൽ പിയിൽ നിന്നും എന്നിലേക്ക് വരുമ്പം ഇത് ഔട്ട്വേർഡ് ആണ് ഈ ആരോ, ഫോർവേഡ് ബയാസ്ഡ് PN ജംഗ്ഷന്റെ. അപ്പൊ അതുകൊണ്ടാണ്, അത് അറിഞ്ഞിരിക്കണമെന്ന് മാൻഡേറ്ററി അല്ല, അത് ഓർത്തിരിക്കാൻ വേണ്ടി ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഈ ആരോ ഇൻവേർഡ് ആണെങ്കിൽ അത് എൻ ചാനലും, ഈ ആരോ ഔട്ട്വേർഡ് ആണെങ്കിൽ അത് പി ചാനലും. 2 കേസിലും അത് തന്നെ, ഡിപ്ലീഷനും എൻഹാൻസ്മെന്റിനും. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള സിമ്പൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒരു ബ്രോക്കൺ ലൈൻ ആണെന്നുണ്ടെങ്കിൽ യു ക്യാൻ സേ ഇറ്റ് ആസ് എൻഹാൻസ്മെന്റ് ടൈപ്പ്. കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ആരോ പോയിന്റ് ചെയ്യുന്നതനുസരിച്ച് എൻ ചാനൽ ആണോ പി ചാനൽ ആണോ എന്ന് നമുക്ക് പറയാം. ഇവിടെ ഒരു സോളിഡ് ലൈൻ ആണെങ്കിൽ യു ക്യാൻ കോൾ ഇറ്റ് ആസ് ഡിപ്ലീഷൻ ടൈപ്പ്. ആൻഡ് സെയിം ആരോ ഇൻവേർഡ് ആണെങ്കിൽ എൻ ചാനലും ഔട്ട്വേർഡ് ആണെങ്കിൽ അത് പി ചാനലും. അപ്പൊ ഇതാണ് അതിന്റെ സിമ്പിൾസ്. സോ നമ്മൾ ഈ പർട്ടിക്കുലർ ക്ലാസ്സിൽ അതിന്റെ സ്ട്രക്ചർ നോക്കി ഓരോ എൻഹാൻസ്മെന്റിന്റെയും ഡിപ്ലീഷൻ ടൈപ്പിന്റെയും പി ചാനലും എൻ ചാനലും അതിന്റെ സ്ട്രക്ചർ, അതിന്റെ വർക്കിംഗ്, ഡ്രെയിൻ ക്യാരക്ടറിസ്റ്റിക്സ്, അതിന്റെ സിമ്പലും. ഇനി ആ ഫസ്റ്റ് സ്ലൈഡിലേക്ക് ഞാൻ ഒന്നും കൂടി പോവുകയാണ്. ഇനി ഇപ്പം ഇത് എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം ഇത് വായിക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ക്ലിയർ ആവും തോന്നുന്നു. അതുകൊണ്ട് ഇതൊന്നും കൂടെ ഞാനൊന്ന് പറയുകയാണ്. മോസ്ഫെറ്റ്സ് ആർ അവൈലബിൾ ഇൻ 2 ബേസിക് ഫോംസ് എന്ന് പറഞ്ഞു, ഡിപ്ലീഷൻ ടൈപ്പും എൻഹാൻസ്മെന്റ് ടൈപ്പും. അപ്പൊ നമ്മൾ ഡിപ്ലീഷൻ ടൈപ്പും നോക്കി, എൻഹാൻസ്മെന്റ് ടൈപ്പും നോക്കി. ആദ്യം പറഞ്ഞത് എൻഹാൻസ്മെന്റ് ടൈപ്പ് ആണ്. എന്താണ് എൻഹാൻസ്മെന്റ് ടൈപ്പ്?
ആ ഡിവൈസ് നോർമലി ഓഫ് ആണ്, അതിനകത്ത് ചാനൽ ഇല്ല. യു ഹാവ് ടു ഇൻഡ്യൂസ് ദ ചാനൽ ബൈ അപ്ലൈയിങ് സ്യൂട്ടബിൾ ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജ്. അപ്പൊ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ദ ട്രാൻസിസ്റ്റർ റിക്വയർസ് എ ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജ് VGS ടു സ്വിച്ച് ദ ഡിവൈസ് ഓൺ. ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജ് അപ്ലൈ ചെയ്യണം. VGS 0 ആണെങ്കിൽ there is no current flow. Enhancement MOSFET is equivalent to a normally open switch. ഇനി depletion type. The transistor requires the gate to source voltage VGS to switch the device off. ഓഫ് ചെയ്യാനാണ്. അതിന്റെ മീനിങ് എന്താണ്? VGS 0 ആവുമ്പോഴും കറണ്ട് ഫ്ലോ ഉണ്ട്. നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇനിഷ്യലി ചാനൽ ഉള്ളത് കൊണ്ട് VGS 0 ആണെങ്കിൽ പോലും നമുക്ക് കറണ്ട് ഫ്ലോ ഉണ്ട്. സോ യു അപ്ലൈ VGS സച്ച് ദാറ്റ് ഈ ചാനൽ ഡിപ്ലീറ്റ് ചെയ്യുന്നു. നമ്മൾ ചാർജ് കാരിയേഴ്സിനെ കുറച്ച് കൊണ്ടുവരുവാണ്. ആൻഡ് ഫൈനലി യു ടേൺ ഓഫ് ദി ഡിവൈസ്. സോ ഡിപ്ലീഷൻ മോഡ് MOSFET is equivalent to a normally closed switch. അപ്പൊ ഞാൻ ഇതിന്റെ നോട്ട്സ് നിങ്ങൾക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്, ഗൂഗിൾ ക്ലാസ് റൂമിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ലെക്ചർ കേൾക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ അതും കൂടെ ഒന്ന് വായിച്ചു നോക്കുക. ഇൻ കേസ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ നോട്ടും കൂടി വായിക്കുമ്പം കുറച്ചും കൂടെ ക്ലിയർ ആവും. അപ്പം ബേസിക്കലി ഈ രണ്ട് ടൈപ്പ് MOSFETs ആണുള്ളത്, ഡിപ്ലീഷനും എൻഹാൻസ്മെന്റും. ഇതിൽ ഓരോന്നിലും N ചാനലും P ചാനലും അവൈലബിൾ ആണ്. ബേസിക് ഡിഫറൻസ് ഇതാണ് ഈ സ്ട്രക്ചറിൽ. എൻഹാൻസ്മെന്റ് ആണെങ്കിൽ ഇവിടെ നമുക്ക് ചാനൽ ഇല്ല, ഡിപ്ലീഷൻ ആണെങ്കിൽ ഇവിടെ ചാനൽ ഓൾറെഡി ഉണ്ട്. അപ്പൊ അതിനനുസരിച്ച് അത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് പൊളാരിറ്റീസ് മാറുന്നതിനനുസരിച്ച് കറണ്ട് ഫ്ലോ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ പറ്റും. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ അടുത്ത ലെക്ചറിൽ നമുക്ക് അടുത്ത ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.